മലയാളത്തിൻ്റെ ഇതിഹാസ ഗാനരചയിതാവ് ബിച്ചു തിരുമല ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ 84 വയസ്സ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഗാനങ്ങളുടെ ശില്പി. 1975 അക്കൽദാമ എന്ന ചിത്രത്തിലൂടെ ഗാനരചനാരംഗത്തെത്തിയ ഈ മഹാനുഭാവൻ 5000-ലേറെ ഗാനങ്ങളാണ് മലയാളിക്ക് സമ്മാനിച്ചത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ എഴുത്തുകാരനായിരുന്നു ബിച്ചു തിരുമല. ഐ വി ശശി, ബാലചന്ദ്രമേനോൻ, ഫാസിൽ, സിദ്ദിഖ് ലാൽ എന്നിങ്ങനെ പലരുടെയും ചിത്രങ്ങളിലെ സൂപ്പർ ഗാനങ്ങൾ ബിച്ചു തിരുമലയുടേതാണ്. മലയാളികൾ ഏറെ ആസ്വദിച്ച ആ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ജയൻ നായകനായ നിരവധി ചിത്രങ്ങളിലെ ഗാനങ്ങൾ ബിച്ചു തിരുമലയുടേതാണ് എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ശ്യാം എന്ന മാന്ത്രിക സംഗീതജ്ഞനോടൊപ്പം തന്നെ 50-ലേറെ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കി എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സീനിയർ സംഗീത സംവിധായകനായ ദേവരാജൻ മാസ്റ്റർ മുതൽ പുതുതലമുറയിലെ സംഗീതജ്ഞന്മാരോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാൻ ബിച്ചു തിരുമലയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ബിച്ചു തിരുമല ജെറി അമൽദേവ് കൂട്ടുകെട്ട്. അതുപോലെ തന്നെ ബിച്ചു തിരുമല രവീന്ദ്രൻ കൂട്ടുകെട്ട്. ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, ലളിതഗാനങ്ങളും ഉത്സവഗാനങ്ങളും ഭക്തിഗാനങ്ങളും രചിക്കുന്നതിലും ബിച്ചു തിരുമല അഗ്രഗണ്യൻ തന്നെ. മലയാളികളുടെ മനസ്സിൽ എന്നതും നിറഞ്ഞു നിൽക്കുന്ന നല്ല പാട്ടുകൾ എന്നും ബിച്ചു തിരുമലയുടെ സംഭാവനയാണ്. കാലം എത്ര കഴിഞ്ഞാലും ആ എഴുത്തുകാരൻ്റെ കവിതകൾ, ഗാനങ്ങൾ മലയാളികൾ ഒരിക്കലും മറക്കുകയില്ല. മലയാള സിനിമയിൽ ഇത്രയേറെ പദസമ്പത്ത് കൊണ്ട് നിറച്ച ആ മഹാനുഭാവന് സർക്കാർ വേണ്ടത്ര അംഗീകാരങ്ങൾ കൊടുത്തില്ല എന്ന പരാതിയോടെ, പരിഭവത്തോടെ ഈ ദിവസത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു.